ഇന്നൊരൽപ്പം പ്രകൃതി ഭംഗി ആസ്വദിച്ചാലോ? വീട്ടിലുണ്ടല്ലോ ഇമ്മാക്കും ഇമ്മമാക്കൊക്കെ ഈ പച്ചക്കറികളും ചെടികളോടും ഒക്കെ ഒരു ഇത്തിരി തൽപര കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ നല്ല പ്രകൃതി രമണീയായ സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ കാണുന്ന ഓലോണ്ട് പൊഴിഞ്ഞ തടുക്കുണ്ടല്ലോ, ഇത് പന്നിക്ക് വരാണ്ടിരിക്കാനുള്ള വേലിയാണ് കേട്ടോ. ഇതൊന്നും പൊളിച്ച് പന്നി അകത്ത് കയറൂലേ എന്നാരും ചോദിക്കരുത്. ഇതൊന്നും പൊളിച്ച് കേറാൻ മാത്രം അത്രക്ക് ഇങ്ങോട്ട് ഇവിടെയുള്ള പന്നികളൊന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി ഞാനെങ്ങാനും പറഞ്ഞിട്ട് ആ പന്നിയേറ്റ വന്നത് പൊളിച്ചാവോ? ഇതിൻ്റെ ഉള്ളിൽ ചേമ്പും ചേനയും കാച്ചിലും കപ്പിയും വാഴയും അങ്ങനെ അങ്ങനെ പന്നിക്ക് പറ്റിയ സകല സാധനങ്ങളും ഉണ്ട്. അപ്പൊ പിന്നെ ഒരിത്തിരി മുൻകരുതലൊക്കെ നല്ലതാണ് എന്നുള്ള രീതിയിൽ ദാ ഇങ്ങനെ വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടിക്കണ കേട്ടോ. മുറ്റത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ഥലം മാത്രം വിട്ട് ബാക്കിയുള്ളോടെ മൊത്തം കൃഷി പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ ഇമ്മിയും പറയലുണ്ട്, മുറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ ഒരു ഇച്ചിരി മാത്രം കെട്ടി തിരിച്ച് ബാക്കി ഫുള്ള് പച്ചക്കറികൾ നടണം എന്നുള്ളത്. ഞാനല്ലേ നട്ടാലായി. അങ്ങനെ ചട്ടിയിൽ ഇഷ്ടംപോലെ ചെടി ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കണ കണ്ടപ്പോഴേ ഒരു ചെറിയൊരു അസൂയ, തോന്നായികല്ല, എനിക്ക് അതിൽ ഒരു രണ്ടെണ്ണം ആണെന്ന് ഉമ്മാനോട് പറഞ്ഞു കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഇമ്മ അത് പറിച്ചു തന്നു കേട്ടോ. ഇമ്മാരായതുകൊണ്ട് ഈ വക വളവൊക്കെ നടക്കുമല്ലോ. വേറെല്ലോലൊക്കെ ആണെങ്കിലോ അത് അങ്ങനെയാണ്, ഇപ്പൊ പറിച്ചാൻ പറ്റൂല എന്നൊക്കെ പല ഒഴിവുകഴിവുകളും പറയാനുണ്ടാവൂലേ. പക്ഷെ ഇമ്മാരാകുമ്പോ അങ്ങനെയാണ്. അപ്പൊ ദാ ഒരു ചെറുതൊന്നും മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയത് മൂന്നെണ്ണം പറിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അമ്മ. പിന്നെ ഇവിടെ എപ്പോ വരികയാണെങ്കിലും ഓർഗാനിക് ആയിട്ട് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും കേട്ടോ. കഴിക്കാൻ മാത്രല്ല പിന്നെ പോകുമ്പോ തന്നു വിടാനും, അഥവാ ഇമ്മ തരാൻ പറഞ്ഞാൽ ചോദിച്ചു വാങ്ങാനും ഞാൻ മറക്കലില്ല കേട്ടോ. അങ്ങനെ കിട്ടേണ്ടതൊക്കെ കിട്ടി. അടുത്ത ഹാർവെസ്റ്റിംഗ് ആകുമ്പോ വിളിച്ചാൽ മതി, നമ്മള് പറന്ന് ഇങ്ങെത്താന്ന് പറഞ്ഞ് നമ്മള് ബൈ ബൈ പറഞ്ഞു പോന്നു കേട്ടോ.